ഞാൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ വാഗയിലാണ്. എനിക്ക് 2023 നവംബറിൽ പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. ബവൽ ഒബ്സ്ട്രക്ഷൻ കാരണമായിരുന്നു. ആ സർജറിയുടെ റിസൾട്ട് വന്നത് പോസിറ്റീവ് ക്യാൻസർ എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമാകുകയും വീട്ടിലുള്ളവരോട് വിളിച്ച് പറയുകയും, അപ്പോൾ ചേച്ചി കൃപാസന മാതാവിൻ്റെ അടുത്ത് എന്നും വരാറുണ്ടെന്നറിയാം, ചേച്ചിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പോസിറ്റീവായ ക്യാൻസറിന് കീമോതെറാപ്പി വേണമെന്നും 12 സൈക്കിൾ 6 മാസത്തോളം കീമോതെറാപ്പി വേണമെന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ചേച്ചി ഉടമ്പടി എടുക്കും. ചേച്ചി അതിനുശേഷം അയച്ചു തന്ന സാക്ഷ്യം കാണുകയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കുടുംബത്തോടൊപ്പം കേൾക്കുകയും മാതാവിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കൊന്ത ചെല്ലും, എന്നാലും ഇതൊരിച്ചിരി എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ തിരക്കുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിച്ചിരി കൊന്ത ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. ചേച്ചിയാണ് കൃപാസനത്തിൽ വരികയും എന്നും പ്രാർത്ഥിക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മാതാവ് കാത്തോളും, ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്ത് കീമോതെറാപ്പി കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് പെറ്റ് സ്കാനിൽ അബ്ഡോമിനൽ മെറ്റസ്റ്റാസിസ് എന്ന റിസൾട്ടാണ് വന്നത്. ഓങ്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ചേച്ചി, ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ടാണിത്, ഒന്നും ചെയ്യാനില്ല, സർജറി ഒരു ഓപ്ഷനേ അല്ല. കൊളോണോസ്കോപ്പിക്ക് ആഴ്ച തന്നെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. കൊളോണോസ്കോപ്പി ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല, കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഡോക്ടറെ കണ്ടിട്ട് പറയുക ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലത്തെ ഇതിന് മുന്നേ വന്നേക്കുന്ന ഒരു കേസ് സിഡ്നിയിൽ ഉള്ളൊരു ഡോക്ടറിന് റെഫർ ചെയ്തിട്ടുണ്ട്, ആ ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പറയാം, എന്തായാലും നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചേച്ചി അയച്ചു തരുന്ന എല്ലാം കേൾക്കുകയും ഓസ്ട്രേലിയയിൽ വളരുന്ന പിള്ളേരോടൊപ്പം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് മാതാവിനോട് കൊന്ത ചെല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന് മാതാവെ കാത്തോളണമേ എന്ന് പറഞ്ഞ് കൊന്ത പിടിച്ചുകൊണ്ടാണ് കൊളോണോസ്കോപ്പി പോയത്. ആ കൊളോണോസ്കോപ്പിയിൽ ആ ഡോക്ടറിനെ സ്കോപ്പ് കയറ്റാൻ പറ്റിയില്ല, അത്രയേറെ മാസ് അബ്ഡോമിനൽ ഉള്ളതുകൊണ്ട് ബവൽ ചെറുതായി പോയതുകൊണ്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കേസ് സിഡ്നിയിലെ ഡോക്ടറിനെ റെഫർ ചെയ്യും. പെട്ടെന്ന് പിറ്റത്തെ ആഴ്ച തന്നെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം വലിയൊരു സർജറി വേണം, 10 മണിക്കൂറോളം നിൽക്കും. അതുവരെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ജോലിയൊക്കെ ഇത് ചെയ്യണം, എത്ര നാളെ തൊട്ട് അതിന് റിക്കവറി